പ്രിയ കാരണവന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, ബഹുമാനപ്പെട്ട കാരണവന്മാരെ, പ്രിയ ജ്യേഷ്ഠനനിമാരെ, കൊച്ചനനിമാർ, കൊച്ചനിയത്തിമാരെ, വളരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. കുണ്ടനി കുടുംബസംഗമം നടക്കുക എന്നുള്ള വലിയൊരു യാത്രയിലായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും കഴിഞ്ഞ 6 മാസത്തോളമായി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ അനുഭവിച്ച അതേ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. കാരണം കുണ്ടനി എന്ന് പറയുമ്പോൾ ഓരോ കോളേജ് കാലഘട്ടത്തിലും ക്യാമ്പസുകളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു കൊച്ചാക്കലായിരുന്നു. ആരൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വേദന അനുഭവിച്ചു വന്നൊരാളാണ്. ഞാൻ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലും ഡിഗ്രി കാലഘട്ടത്തിലും PG കാലഘട്ടത്തിലും കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുണ്ടനിയാണോ, ഇതെന്ത് പേരാടോ എന്ന് കേൾക്കും. നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതെന്താണ് ഇങ്ങനൊരു പേരിട്ടിക്കണെന്നുള്ളത്. ഞാൻ എൻ്റെ നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയെ കാണുന്ന സമയത്ത് മാഷാ അല്ലാഹ് അവരൊക്കെ വളരെ സാത്വികരായിട്ടുള്ള, വളരെ അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്ന, വളരെ നല്ല തറവാടിത്തത്തോടു കൂടി ജീവിക്കുന്ന നല്ലൊരു സമൂഹമായിട്ടാണ് എൻ്റെ കുടുംബക്കാരൊക്കെ ഞാൻ കാണുന്നത്. അങ്ങനെ കോളേജ് കാലഘട്ടത്തിൽ ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു. ഈ വേദന എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് തീർക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ പരിപാടിക്ക് പോണ സമയത്തും എൻ്റെ മാമൻ അംസഹാജിയുടെ മകൾ ഹാജറ, അതേപോലെ എൻ്റെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറയും, നിങ്ങളെന്താണ് ഒരു സംഗമൊന്നും നടത്താത്തത്, നിങ്ങൾ വലിയ കുണ്ടനിക്കാരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, എല്ലാ തറവാട്ടുകാരും സംഗമം നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് എന്തേ സംഗമൊന്നും വേണ്ടേ, എന്താ സംഗമൊന്നും ആവശ്യമില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മളല്ലല്ലോ ചെയ്യേണ്ടത്, കാരണന്മാരല്ലേ. അപ്പം എന്നെ കാരണന്മാർ ചെയ്യാമെന്ന് കാത്തിരുന്നാൽ അത് എന്ത് ചെയ്യൂല, മുന്നോട്ട് പോകൂല. കാരണവന്മാർക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ പരിമിതികളുണ്ട്. അവർക്ക് അവരുടെ ആരോഗ്യപരമായുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാർ ഇറങ്ങി തിരിച്ചാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ വല്ലിപ്പാൻ്റെ ഫാമിലി മാത്രമുള്ളൊരു ടൂർ സംഘടിപ്പിച്ചു. കുണ്ടനി കോയ ഹാജി എന്ന് പറഞ്ഞ ആ വല്ലിപ്പ മാത്രമുള്ളൊരു ടൂർ സംഘടിപ്പിച്ചു. ആ ടൂറിൽ ഞങ്ങളൊരു 2-3 പേര് കട്ടക്ക് പ്രതിജ്ഞ എടുത്തു. ഇൻഷാ അല്ലാഹ് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പ്രിയ മാമൻ്റെ മകനായുള്ള ഷാഫി, അതേപോലെ ജാബി, അതേപോലെ സിയാദ്, ലാലുമാഷ്, അവരോട് പറഞ്ഞു, മുന്നോട്ട് ഇറങ്ങാൻ പോവുകയാണ്, നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇറങ്ങിത്തിരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിത്തിരിച്ചോ, ഞങ്ങളുണ്ടാവും, കൂടെ ഉണ്ടാവും, കട്ടക്ക് ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല, നിങ്ങൾ കൂടെ ഉണ്ടായിക്കോളണട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവരുണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെറിയ തലത്തിലൊന്ന് കൂടിയിരുന്നു. ഒരു 4-5 ചെറുപ്പക്കാർ, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ മാഷാണ്, ഒരാൾ അക്കൗണ്ടൻ്റ് ആണ്, എല്ലാവരും നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള മക്കളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിരുന്നൊന്ന് തീരുമാനിച്ചു, നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കിയാലോ. ഞങ്ങൾ ചിന്തിച്ചത് ആലത്തിയൂർ ഭാഗത്ത് മാത്രമേ കുണ്ടനിക്കാരുള്ളൂ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. അത് ചിന്തിച്ച് അങ്ങനെ ആലത്തിയൂരുള്ള കാരണവന്മാരൊക്കെ പോയി കണ്ടു. അപ്പോൾ കാരണവന്മാർ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, എല്ലാവിധ പിന്തുണയുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങളുടെ തൊട്ടടുത്ത ഏജിലുള്ള കാറ്റഗറിയിലുള്ള നമ്മുടെ ബഷീറാക്ക, അതേപോലെ കുഞ്ഞിപ്പാക്കാൻ്റെ ഒക്കെ അടുത്താണ്. അവർ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഏത് സാഹചര്യത്തിലും അവസാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും, ആയിക്കോട്ടെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലുള്ള കാരണവന്മാരെല്ലാവരും പോയി കണ്ടു. അതിൽ നിന്നും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മുടെ റസാഖ് ഹാജി, നേരത്തെ നിങ്ങളോട് സംസാരിച്ച റസാഖ് ഹാജി, അതുപോലെ കുഞ്ഞുമൊയ്തീങ്ങൾക്ക് ഇന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല, കുഞ്ഞുമൊയ്തീങ്ങൾക്ക് അവരൊക്കെ. അപ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 100ഓളം കുടുംബങ്ങൾ ആലത്തിയൂർ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വല്ലിപ്പാരുടെ വേരുകൾ തേടി കണ്ടെത്തിയപ്പോൾ
ഒരു 4-5 വല്ലിപ്പമാരുടെ തലമുറകൾ മാത്രമാണ് എവിടെ ഉള്ളത്? ആലത്തിയൂർ ഏരിയ, തിരൂർ ആലത്തിയൂർ എന്നുള്ള ഒരു പ്രദേശത്തുള്ളത്. ഈ 4-5 വല്ലിപ്പമാരുടെ തലമുറകൾക്ക് അപ്പുറത്തേക്ക് അവരെ ഉമ്മ ആരെന്നോ എന്നുവെച്ചാൽ നമ്മുടെ വല്ലിപ്പാനെ വരെ നമുക്ക് കണ്ടെത്താൻ പറ്റി. അവരുടെ ജ്യേഷ്ഠനേനിയന്മാരാരെന്നോ അവരുടെ ഉമ്മമാരാരെന്നോ ഒന്നൊരു പരിധിയിലപ്പുറം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് കുറച്ച് കുടുംബങ്ങൾ പൊയിലിശ്ശേരിയിലുണ്ടെന്ന്. അങ്ങനെ പൊയിലിശ്ശേരിയിൽ നടക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന ഒരു കുഞ്ഞിപ്പ ഹാജി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിപ്പ ഹാജിയുടെ വീട്ടിൽ നമ്മൾ കുഞ്ഞിപ്പ ഹാജിയുടെ ഷോപ്പിലെത്തി. കുഞ്ഞിപ്പ ഹാജി ചോദിച്ചു, നിങ്ങൾ കുണ്ടനിയാണോ? അതെ, ഞങ്ങൾ കുണ്ടനിയാണ്. അപ്പോൾ കുഞ്ഞിപ്പ ഹാജി പറഞ്ഞു, ഞങ്ങളും കുണ്ടനിയാണെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളും കുണ്ടനി, സന്തോഷം, നമുക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ കുഞ്ഞിപ്പ ഹാജി പറഞ്ഞു, ഇവിടെ മാത്രമല്ല കുണ്ടനി, വളാഞ്ചേരിയിൽ ഒരു കുണ്ടനി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സോറി, വളാഞ്ചേരി അല്ല, പടപ്പറമ്പിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിപ്പ ഹാജി തന്ന വിവരം വെച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തൊരു യാത്ര നടത്തി. കുഞ്ഞിപ്പ ഹാജി പറഞ്ഞു, പടപ്പറമ്പ് പള്ളിയിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കുണ്ടനിക്കാരെ കണ്ടെത്താൻ പറ്റാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ഥാപനമുണ്ട്, പെരിന്തൽമണ്ണ ഭാഗത്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിലേക്കുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പടപ്പറമ്പ് പള്ളിയിൽ വന്നിട്ട് ഞാനിങ്ങനെ അന്വേഷിക്കുകയാണ്. അവിടെയുള്ള ഒരു ചെരുപ്പ് കടയിൽ പോയി ചോദിച്ചു, ഒരു ബേക്കറിയിൽ പോയി ചോദിച്ചു, ഈ ഭാഗത്ത് കുണ്ടനിക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങളുടെ ഒരു കോറായിട്ടുള്ള 4-5 ചെറുപ്പക്കാരുണ്ട്. ഇവർ കിട്ടുന്ന ഡാറ്റാബേസ് മുഴുവൻ തപ്പലാണ് പണി. മലബാർ ഗോൾഡിന്റെ, പുറത്ത് പറയണ്ട, ഇനി വീഡിയോയിൽ വരുന്നറിയാം, മലബാർ ഗോൾഡിന്റെ ഡാറ്റാബേസ് നമ്മൾ തപ്പിയിട്ടുണ്ട്. ഒരുപാട് ബാങ്കുകളുടെ ഡാറ്റാബേസ് തപ്പിയിട്ടുണ്ട്. എവിടൊക്കെയാണ് കുണ്ടനിക്കാരുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡാറ്റകളൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ യാത്രകളും ചെയ്തിരുന്നത്. അങ്ങനെയാണ് നമ്മൾ പടപ്പറമ്പ് പള്ളിയിൽ നിസ്കരിക്കാൻ ഞാൻ കയറിയപ്പോൾ ഞാൻ എന്തായാലും അവിടുത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതിലൊന്ന് വിളിക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ബോർഡ് ഇങ്ങനെ നോക്കി. പടപ്പറമ്പ് പള്ളിയിലുള്ള ബോർഡ് നോക്കിയ സമയത്ത് അതിലതറാ കിടക്കണു, കുണ്ടനി കുഞ്ഞാപ്പ ഹാജി. മാഷാ അല്ലാഹ്, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഈ മഹലിന്റെ പ്രസിഡന്റൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ നേരിട്ട് അപ്പം തന്നെ എൻ്റെ ആലത്തിയൂർ ഫാമിലിക്ക് വിളിച്ചു പറഞ്ഞു, ഇത് വേറെ ടീമാണ് കേട്ടോ. ഇവിടെ മാഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്കുള്ള വലിയൊരു ടീം പടപ്പറമ്പ് ഭാഗത്തുണ്ട്, നമുക്ക് കണ്ടെത്താൻ പറ്റിയ വലിയൊരു ടീം ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞാപ്പാജിയെ വിളിച്ചു. കുഞ്ഞാപ്പാജി, ഞാനിങ്ങനെ സാലിയാണ്, ആലത്തിയൂരിൽ നിന്നാണ്, എന്താ മോനെ വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുണ്ടനിക്കാരനാണ്. അല്ലാഹ് മാഷാ അല്ലാഹ്, വളരെ സന്തോഷം. എവിടെയുള്ള കുണ്ടനി? ഞാൻ പറഞ്ഞു, ആ തിരൂർ ആലത്തിയൂരുള്ള. മോൻ എന്തായാലും വീട്ടിൽ കൊണ്ട് വാ, നീ എവിടെയും പോലെ വീട്ടിൽ വായോ, ഞാൻ വീട്ടിലൂടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട് ചോദിച്ചു, വീട്ടിലെത്തി. വീട് ചോദിച്ച ഉടനെ തന്നെ എന്നെ കണ്ടേക്ക് പറഞ്ഞു, നീ കുണ്ടനിക്കാരൻ എന്നെ എൻ്റെ അനിയൻ്റെ അതേപോലെ ഉണ്ട് നിന്നെ കാണാനെന്ന് പറഞ്ഞു. അങ്ങനെ അനിയനെ വിളിച്ചു വരുത്തി. അനിയൻ ബാപ്പുട്ടി മാഷാണ്. ബാപ്പുട്ടി മാഷ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇത്ര ചൊറുക്കുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ചൊറുക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ഇത്ര ഭംഗിയൊക്കെ ഉണ്ടോ ഞാനെന്ന് ചോദിച്ചു. അപ്പോൾ മാഷാ അല്ലാഹ് ബാപ്പുട്ടി മാഷ് വന്നു. ഉടനെ റഷീദൊക്കെ വന്നു, ഉടനെ കരീംക്ക വന്നു, എല്ലാവരും കൂടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ ടീമിനൊന്നും വിളിച്ചിട്ടില്ല, ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടൽ മാത്രമാണ്. മാഷാ അല്ലാഹ്, വളരെയധികം സന്തോഷമുണ്ട്. അവർ ചായ തന്നു. വിശദമായുള്ള ചായ കുടിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു. പടപ്പറമ്പ് ഫാമിലിയിൽ വലിയൊരു ചായ കുടിയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമായി. എല്ലാവരും കണ്ടുമുട്ടി. അന്ന് കുറച്ചും കൂടെ കൂടുതൽ അസീസ്ക അങ്ങനെയുള്ള കുറച്ച് ഫാമിലികളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാനും കഴിഞ്ഞു. അവരെല്ലാവരും കൂടെ സന്തോഷം പങ്കുവെച്ചു. നമ്മൾ പറഞ്ഞു, നമ്മൾ വലിയൊരു ഉദ്ദേശത്തിൽ ഇറങ്ങി തിരിച്ചതാണ്. നമ്മൾ കുണ്ടനിക്കാർ ഇത്ര അധികം ഉള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അപ്പം അപ്പോഴും നമുക്ക് മനസ്സിലാവണത് നമ്മൾ വളരെ ബാക്കിലാണ്. പടപ്പറമ്പ് കുണ്ടനി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള കമ്മിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള മിനിറ്റ്സ് ബുക്കുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. കാരണം ഒരു കൂട്ടമായിട്ട് ഈ കുടുംബം എന്നുള്ള സംവിധാനത്തിനെ ഏറ്റവും നല്ല തലത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് അവർ ഓൾറെഡി ഒരു കമ്മിറ്റിയും ടീമൊക്കെ ആയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർ മാത്രമല്ല, കൂടെ ആലത്തിയൂർ ഫാമിലിയിൽ നിന്ന് ഒരു ടീം പറഞ്ഞു. ആലത്തിയൂർ ഫാമിലിയിൽ മാത്രമല്ല, പൊയിലിശ്ശേരി മാത്രമല്ല, പടപ്പറമ്പിൽ മാത്രമല്ല, വളാഞ്ചേരിയിൽ കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് കുണ്ടനിക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ വഴി തേടി അന്വേഷണം നടത്തി. അങ്ങനെ കാട്ടിപ്പരുത്തിയിലുള്ള ഒരു വീട്ടിലെത്തി. ഒരു മലമുകളിലുള്ള ഒരു ചെരുവിലൂടെ നടന്നു പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വളരെ റിസ്ക് പിടിച്ച് സാഹസം നിറഞ്ഞ യാത്രകളായിരുന്നു, വളരെ രസകരമായ യാത്രകളായിരുന്നു. പിന്നെ നമ്മൾക്കും ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത് ഏതൊക്കെ ടൈപ്പ് ആൾക്കാർ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ ഇങ്ങനെ ഡാറ്റാബേസ് കിട്ടിയിട്ട് ഇന്ന ഏരിയയിലുണ്ട്, പക്ഷെ അത് കുണ്ടനിക്കാരനാവോ, എന്താണ് സംഭവം, എന്തെങ്കിലും മോശക്കാരാണെങ്കിൽ കുണ്ടനിയിൽ ചേർത്താൽ ബുദ്ധിമുട്ടാവോ? ഞാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങനെ വളാഞ്ചേരി പോയി നോക്കിയ സമയത്ത് അവർ പറഞ്ഞു, അവരൊരു തവണ ആലത്തിയൂർ ഫാമിലിയിൽ കുണ്ടനി ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം നമ്മൾ ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞത് ആലത്തിയൂർ ഭാഗത്തിൽ? അവർ അപ്രതീക്ഷിതമായിട്ട് തിരൂരിലേക്കുള്ള യാത്ര പോണ സമയത്ത് ബസ് തിരിച്ചു വിട്ടപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ, ഒരു ആലത്തിയൂർ എന്ന് പറഞ്ഞ സിറ്റി, ഒരു ഏരിയയിലൂടെയാണ് പോയത്.
അങ്ങനെ പോണ സമയത്ത് അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇലക്ഷന്റെ ബോർഡാണ്, കുണ്ടനി ഫാബി ടീച്ചറെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു 5 വർഷം മുമ്പാണ് കുണ്ടനി ഫാബി ടീച്ചറെ വിജയിപ്പിക്കുക എന്ന ബോർഡ് കണ്ടപ്പോൾ അവർ തിരൂരിലേക്ക് പോണ ടീമാണ്. അവരവിടെ ഇറങ്ങിയിട്ട് ചോദിച്ചു ഇവിടെ ആരാ കുണ്ടനിക്കാർ എന്നുള്ളത്. അപ്പോൾ അവർ കുണ്ടനിയിലുള്ള കുറച്ച് ഫാമിലികളിലൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് കുണ്ടനിക്കാർ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും കുണ്ടനിക്കാരാണ്. അപ്പം അവർ ചോദിച്ചു നിങ്ങൾ ഏത് കുണ്ടനിയാണ്? അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഏത് കുണ്ടനി, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ വളാഞ്ചേരിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ ഫാമിലി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ വളാഞ്ചേരി ഫാമിലിയിൽ പോയി അവിടെ കാട്ടിപ്പരുത്തിയിലുള്ള കുഞ്ഞായിദുർക്ക ഫാമിലിയെ കണ്ടു. അവിടുന്ന് നമുക്ക് ചെറിയൊരു അച്ചാർ നാരങ്ങ ഒക്കെ പറിച്ചിട്ട് ഞങ്ങൾ പോകും. ഞങ്ങൾ എല്ലാ വീട്ടിൽ പോയാലും എന്തെങ്കിലുമൊക്കെ പറിച്ചിട്ട് പോരാറുള്ളത് കേട്ടോ. അച്ചാർ നാരങ്ങ ഒക്കെ പറിച്ചു, അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ അവർ പരിചയപ്പെടുത്തി തന്നു. കാട്ടിപ്പരുത്തിയിൽ എല്ലാ കുടുംബങ്ങൾ കൂടുതലുള്ളത് വളാഞ്ചേരിയിൽ പാണ്ഡികശാലയിലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാണ്ഡികശാലയിൽ പോയപ്പോൾ അവിടെ കുറേ കുണ്ടനിക്കാരുണ്ട്. മാഷാ അല്ലാഹ്. അവിടുന്ന് നല്ലൊരു ഇപ്പന് എളാപ്പ എന്ന് പറഞ്ഞൊരു എളാപ്പാനൊക്കെ പരിചയപ്പെട്ടു. അവർ വളരെയധികം സാത്വികരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പം ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോഴും കണ്ട പൊതുവായൊരു സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അച്ചടക്കത്തോടുകൂടിയും ദീനീ ചിട്ടയോടുകൂടിയും ജീവിക്കുന്ന നല്ലൊരു സമൂഹമായിട്ടാണ് കുണ്ടനി കുടുംബങ്ങളെ കണ്ടത്. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകി, വളരെയധികം ഊർജം നൽകി. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകൾ നൽകി. അവിടുന്നാണ് പിന്നെ ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും ഒരു മരണ വീട്ടിൽ പോയപ്പോൾ സമയത്ത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണ വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു ഉപ്പാപ്പനെ കണ്ടു. ആ ഉപ്പാപ്പ എന്നോട് ചോദിച്ചു മോൻ്റെ സ്ഥലം എവിടെ? ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം ആലത്തിയൂരാണ്. അപ്പോൾ ആ ഉപ്പാപ്പ ചോദിച്ചു ആലത്തിയൂർ എവിടെയാണ്? ആലത്തിയൂർ എൻ്റെ പെങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് പെങ്ങള്? പറഞ്ഞു ഇന്ന ഫാമിലി, ആച്ചിക്കുളം ഫാമിലിയിലേക്ക് ഉണ്ട്, എൻ്റെ പെങ്ങളാണ് അത് കെട്ടിച്ചിട്ടുള്ളത്. മോൻ ഏത് കുടുംബമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുണ്ടനിയാണ്. അപ്പോൾ അപ്പ പറഞ്ഞു ഞാനും കുണ്ടനിയാണ്. നിങ്ങൾ ഏത് കുണ്ടനിയാണ്? ഞങ്ങൾ പുറത്തൊരു കുണ്ടനിയാണ്. പുറത്തൊരു കുണ്ടനി പുറത്തൊരു കുണ്ടനിയാന്ന് പറഞ്ഞു. അതെ പുറത്തൊരു കുണ്ടനിയാണോ? പിന്നെ പുറത്തൊരു കുണ്ടനിയെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പുറത്തൊരു കുണ്ടനിന്റെ വല്യപ്പ അവരുടെ സ്വന്തം ഭൂമിയിലൂടെ അല്ലാണ്ട് നടന്നിട്ടില്ല പോലും. സ്വന്തം ഭൂമിയിലൂടെ അല്ലാണ്ട് നടക്കാത്ത അത്രയും സ്വത്തുക്കാരായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു ടീമാണ് നമ്മുടെയൊക്കെ മുൻഗാമികൾ ഉണ്ടായിരുന്നത് കേട്ടപ്പോൾ നമ്മൾ തന്നെ ആകെ ഷോക്കായി പോയി. മാഷാ അല്ലാഹ്, വളരെയധികം സന്തോഷം. പൊലിശ്ശേരി ഫാമിലി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു മാഷാ അല്ലാഹ്, നമ്മുടെ മുറ്റത്ത് ആയിരുന്നു എല്ലാവിധ കച്ചവടങ്ങളും നടന്നിരുന്നു. നെല്ലും പതിരെല്ലാം നടന്നി, എല്ലാ നെല്ലും തേങ്ങയുടെ വലിയൊരു കച്ചവടം നടന്നിരുന്നു. പൊലിശ്ശേരി ഫാമിലി പറഞ്ഞു. കുണ്ടനി ഫാമിലി, ആലത്തിയൂരുള്ള കുണ്ടനി ഫാമിലി പറഞ്ഞു സ്വന്തമായിട്ട് തട്ടാനുള്ള ഫാമിലിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തം വീട്ടിൽ തട്ടാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, സ്വന്തം വീട്ടിൽ തട്ടാൻ വെക്കണമെങ്കിൽ അത്രമാത്രം സ്വർണ്ണം ഉണ്ടാവണം അവിടെ അല്ലേ. അത്രയും ആസ്തിയുള്ള ടീമുകളാണ് എന്ത് ചെയ്യുന്നത്, സമൂഹത്തിൽ വളരെ ഓരം ചേർന്ന് നടക്കുന്ന, ഒന്നിലേക്കും ഇടപെടാണ്ട് വളരെ സാത്വികരായി വളരെ അച്ചടക്കത്തോടു കൂടി നടക്കുന്ന നല്ലൊരു കുടുംബം. എനിക്ക് അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമായി. എൻ്റെ എല്ലാ വേദനകളും പോയി. കോളേജ് കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന കുറെ വേദനകളുണ്ട്. കുണ്ടനി ഫാമിലിനെ കളിയാക്കല് ഇപ്പൊ നമ്മൾ അതിനെ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഉണ്ട് എന്നുള്ളതും അതിനൊരു അസ്തിത്വം ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ പുറത്തൊരു കുണ്ടനി അന്വേഷിച്ചപ്പോൾ പുറത്തൊരു കുണ്ടനിക്കാർ പറഞ്ഞു കുണ്ടനി പുറത്തൊരു മാത്രമല്ല ചാവക്കാട് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കൂടെ അവർ മരണപ്പെട്ടു. അവരുടെ ഖബർസ്ഥാനൊക്കെ അല്ലാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അംസകാക്ക എന്ന് പറഞ്ഞാൽ അംസകാക്കാരനും ചാവക്കാരൻ്റെ, പക്ഷേ അവർ കൂട്ടുമങ്ങൾ ആലോചിച്ചോളാം, അവർ കുറച്ച് മോഡേണാണ് ഇട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനേക്കാൾ മോഡേണായി നമുക്ക് അവരെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. നമ്മൾ ചാവക്കാട് പോയിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വളാഞ്ചേരി ഫാമിലിയിൽ പോയ സമയത്ത് അവർ പറഞ്ഞു നമ്മളെ കുണ്ടനി ഫാമിലി ഇവിടെ മാത്രമല്ല ഉള്ളത്, നമ്മുടെ കുണ്ടനി ഫാമിലി നിങ്ങൾ 2 വർഷം മുമ്പ് വരികയായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉപ്പമാരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, കുറെ കുടുംബങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നു, പക്ഷെ നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴെങ്കിലും വന്നല്ലോ, വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ കുറെ കുടുംബക്കാർ മലേഷ്യയിലുണ്ട് പോലും. മലേഷ്യയിൽ സിറ്റിസൺസ് പൗരന്മാരായിട്ട് കുണ്ടനിക്കാരുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവർ വിളിച്ചിരുന്നു, ഒരു ഷംസുക്ക വിളിച്ചിരുന്നു, നമ്മളുടെ ഒരു മഹാസംഗമം നടക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ മലേഷ്യയിൽ നിന്നും ഫാമിലിയുമായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മാത്രമല്ല എന്താ പറയുക ആൻഡമാനിൽ നമ്മുടെ കുറെ കുടുംബക്കാർ കുണ്ടനിക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ പുറത്തേക്കും രാജ്യത്തിന്റെ പുറത്തേക്കും ഒക്കെ കുണ്ടനിക്കാരുണ്ടെന്നാണ് മനസ്സിലായത്. പിന്നെ കുറെ അന്വേഷിച്ചപ്പോൾ ഗൂഗിൾ മാപ്പിൽ തപ്പിയപ്പോൾ ഗുജറാത്തിൽ കുണ്ടനി എന്നൊരു പേരെന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പല തലത്തിൽ നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള കുറെ ആളുകൾ പറഞ്ഞു കുണ്ടനിക്കാർ പുറത്തുനിന്നൊന്നും വന്നല്ല, ഇവിടുത്തെ ആദിവാസികളാണ്. അപ്പം നമ്മൾ ഒരു സന്തോഷം, ഇവിടുത്തെ ആദിവാസികളാണെങ്കിലും ഇനി NRCയോ CAO നമ്മൾ പുറത്തു പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മൂത്താപ്പ എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുണ്ടനിക്കാർ ഇവിടുത്തോരൊന്നും അല്ല, കുണ്ടനിക്കാർ ആക്ച്വലി യമനിൽ നിന്നും വന്നവരാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും അറിയില്ല. യമനിൽ നിന്നും വന്ന ഒരു കുടുംബമാണ് കുണ്ടനി എന്നാണ് അവർ പറഞ്ഞത്. മൂത്താപ്പ മരണപ്പെട്ടു പോയി, അള്ളാഹു അവരുടെ ഖബറും സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉപ്പയൊക്കെ മരണപ്പെട്ടു പോയതാണ്. എല്ലാ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുൻഗാമികളെല്ലാവരെയും
അള്ളാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്ന കൂട്ടത്തിലാവട്ടെ. ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ആ കൂട്ടത്തിൽ അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റട്ടെ. ഞാൻ എൻ്റെ കൂടെ പ്രാർത്ഥനയും കൂടെ നടത്തുകയാണ്. എല്ലാവരും ഭക്ഷണത്തിൻ്റെ കുറച്ച് തിരക്കിലാവും. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ശേഷം കുറച്ചും കൂടെ ആദരവ് പരിപാടി നടക്കുന്നത് കൊണ്ടാണ് കുറച്ച് സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞില്ല. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയൊരു മഹാസംഗമം വരുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടിയിരിക്കും. ആ മഹാസംഗമത്തിൽ നമ്മുടേതായുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിക്കാനും എല്ലാത്തിനുള്ള വലിയൊരു അവസരം ഉണ്ടായിരിക്കും. അപ്പം മൂത്താപ്പ എന്നോട് പറഞ്ഞു, നമ്മുടെ ഫാമിലി ആക്ച്വലി എവിടെ നിന്നുള്ളവരല്ല, കേരളക്കാരല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ ചെറുപ്പം മുതലേ പ്രായമുള്ള വല്യപ്പന്മാരത്തൊക്കെ എല്ലാ പെരുന്നാൾക്കും പോകും. അവർക്ക് ചെറിയൊരു അത്തർ കുപ്പിയിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ അവർ ചോദിക്കും, നീ എന്താ ചെയ്യണം? ഞാൻ പഠിക്കുകയാണ്. അടുത്ത 2-3 കൊല്ലം കഴിഞ്ഞ് വീണ്ടും നീ എന്താ ചെയ്യുന്നത്? ഞാൻ വീണ്ടും പഠിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വീണ്ടും പഠിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരെ ഞാൻ കുറേ കേൾക്കും. അപ്പോൾ അതിൽ മൂത്താപ്പ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ആക്ച്വലി മലയാളികളല്ല, നമ്മൾ യമനിൽ നിന്നും വന്ന ഒരു അറബ് കുടുംബമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ല യാഥാർത്ഥ്യം എന്താണെന്നറിയില്ല. യമനിൽ നിന്നും നമ്മൾ ഹൈദരാബാദിലേക്ക് വന്നു, ഹൈദരാബാദിൽ നിന്നും നമ്മൾ മഞ്ചേരിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അറിയില്ല, ഇതുവരെ മഞ്ചേരിയിൽ അന്വേഷിച്ച കുടുംബത്തിനൊന്നും കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങൾ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ മഞ്ചേരിയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. വളാഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്കും പടപ്പറമ്പിലേക്കും വന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ ഡാറ്റാബേസ് കളക്ട് ചെയ്ത സമയത്ത് കിട്ടിയ മറ്റൊരു ഡീറ്റെയിൽസ് ആണ്, കുറേ കുണ്ടനിക്കാർ നിലമ്പൂരുണ്ട് പോലും എന്നുള്ളത്. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് നാളെ തന്നെ പോകണം. കാരണം എല്ലാവരും യാത്രാപരാന്തന്മാരായ അപ്പോതിന് ഏറെക്കുറെ എല്ലാ കുടുംബങ്ങളിലേക്കും യാത്ര ചെയ്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും യാത്ര ചെയ്യണം. ഞായറാഴ്ച ഉണ്ടാവാൻ നിൽക്കുകയാണ്. ടീച്ചർമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്, കുടുംബത്തിലെ കണ്ടെത്താൻ പോകുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വളരെ രസകരമുള്ള യാത്രകളായിരുന്നു. ആ യാത്രകളൊക്കെ കൂടെ വന്ന ചങ്കിന് കൂടെ നിന്ന മീൻസ് കൂട്ടുകാരല്ലെങ്കിൽ സഹോദരങ്ങൾ, അനിയന്മാർ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനിയന്മാരും ജ്യേഷ്ഠന്മാരും കൂടുള്ളവരും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നമ്മൾ വലിയൊരു ലക്ഷ്യബോധത്തിലാണ് നീങ്ങുന്നത്. ഞാൻ തമാശ തലത്തിൽ പറയുന്നതല്ല, വളരെ വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മുടെ ഷെരീഫ് സാറ് വളരെ രസകരമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ തന്നു. ആ തന്നതിൽ നമ്മൾക്ക് വലിയ കുറേ റോളുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നും മലബാർ ഗോൾഡിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് കിട്ടിയ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെല്ലാവരും കൂടെ നിലമ്പൂരിലേക്ക് പോയി. അപ്പോൾ നിലമ്പൂരിലേക്ക് പോകുമ്പോൾ ഷാഫി എന്നോട് പറഞ്ഞു, അവിടെ കുറേ മുസ്ലിംമാരാണുള്ളത് കേട്ടാ, നമുക്ക് അറിയൂല എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മുസ്ലിംമാർ തന്നെ നമുക്ക് കിട്ടേണ്ടത്. കാരണം നമ്മളൊക്കെ 5ാം ക്ലാസ്സും ഗുസ്തിയാണ്, നമുക്ക് എന്തില്ല ഈ പറഞ്ഞിരിക്കുന്ന ഇസ്ലാമികപരമായിട്ടുള്ള പാണ്ഡിത്യമില്ല. പാണ്ഡിത്യമുള്ള ആൾക്കാർ വരട്ടെ. കാരണം കുണ്ടനിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഇവിടെ വരുമ്പോഴും കണ്ടത് തൊപ്പിട്ട് കൊണ്ടുള്ള ഒരു സമൂഹമാണ്. ആലത്തിയൂർ കുണ്ടനിയാവട്ടെ, പുറത്തൂർ കുണ്ടനിയാവട്ടെ, പൊയിലിശ്ശേരി കുണ്ടനിയാവട്ടെ, അതേപോലെ എന്താ പറയുക നിലമ്പൂർ കുണ്ടനിയാവട്ടെ, പടപ്പറമ്പ് കുണ്ടനിയാവട്ടെ, അവർ പള്ളിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ്. എനിക്കറിയാം, എൻ്റെ മാമനൊക്കെ ഇപ്പോൾ അതിരാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് വിളിക്കൽ വരെ ഹംസ ഹാജിയാണ്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ആത്മീയപരമായിട്ടുള്ള വളർച്ച ഉള്ള ഒരു കുടുംബത്തിന് ഒരു കാരണവശാലും തെറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ഒരുപാട് തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്നതിന് പകരം നമ്മൾ വളരെ സാത്വികരായിട്ടുള്ള അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു മുൻകാല ജീവിതം നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എനർജി മതി നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങൾക്കും. എല്ലാ കുടുംബങ്ങളും നമ്മൾ നിലമ്പൂർ പോയ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഷിഹാദിൻ്റെ ഇക്കാക്ക ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്. പോയപ്പോൾ തന്നെ മാഷാ അല്ലാഹ് ഒരു ഇറാനി ലുക്കൊക്കെ ഉണ്ട് കാണാൻ, നല്ല മൊഞ്ചുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഹോട്ടൽ ആരാ നടത്തുന്നത്? ഞാൻ തന്നെയാണ് നടത്തുന്നത്. മൂപ്പരന്നെയാണ് കുക്കും, മൂപ്പരന്നെയാണ് നല്ല അടിപൊളി തവാ ഫ്രൈ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസാരിക്കാൻ നേരമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചിക്കൻ എടുത്തോ അതിർത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് തിന്നോളി എന്ന് പറഞ്ഞ് മൂപ്പര് അതിൻ്റെ കൂടെ കസ്റ്റമേഴ്സിനെ സർവ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷാ അല്ലാഹ് നല്ല സന്തോഷം എടുക്കാക്ക, നിങ്ങളെ ഫാമിലി എവിടെയാണ്? അപ്പോൾ പറഞ്ഞ് കുണ്ടനിക്കാരനാണ് ഞാനും, പക്ഷേ എൻ്റെ ഫാമിലിയൊക്കെ എപ്പോൾ വിളിച്ച് വരുത്തി നിങ്ങളോട് നിൽക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചേക്ക് ഷിഹാദ് അവർ ജ്യേഷ്ഠാനിയന്മാർ 1-2 പേര് വന്നു. പിന്നെ നമ്മളൊരു വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അടപടോ അവിടുന്ന് എല്ലാവരും കൂടെ ഓരോ ഫാമിലിയിൽ നിന്നും ഇങ്ങനെ വരുന്നേ, ഓട്ടോ പിടിച്ച് വരുന്നേ, കാറ് പിടിച്ച് വരുന്നേ, എല്ലാവരും കൂടെ അവരെ ഫാമിലിയിൽ നിന്ന് മൊത്തം വന്നു. വളരെയധികം സന്തോഷമായി. കാരണം ഒരൊറ്റ കോള് കൊണ്ട്, ഒരൊറ്റ വിളി കൊണ്ട് ആലത്തിയൂരിൽ നിന്നും അല്ലെങ്കിൽ തിരൂർ ഭാഗത്തിൽ നിന്നും കുണ്ടനി കുടുംബത്തെ തേടിയിട്ട് ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം നമ്മൾക്ക് കിട്ടിയൊരു സ്വീകരണമുണ്ട്. അതിലപ്പുറത്തേക്ക് നമുക്കൊന്നും കിട്ടേണ്ടതില്ല. നമ്മൾ അത്രയധികം സന്തോഷിപ്പിച്ച് അവർ കഴിയുന്ന തരത്തിൽ അവരെ കൊണ്ടുള്ള സെർവ് ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ ജീവിക്കുന്ന കുടുംബം. നമ്മൾ പറഞ്ഞ പ്രയാസങ്ങളുള്ളവരെ നമുക്ക് വേണ്ടത്, ഒരുപാട് ആർഭാടത്തിലും സന്തോഷത്തിലും ജീവിക്കേണ്ടത് നമുക്ക് ആവശ്യമില്ല. അത് അവർ സന്തോഷത്തിൽ ജീവിച്ചോട്ടെ. പക്ഷെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരാണ് നാളത്തെ ലീഡർമാർ, അവരാണ് നാളത്തെ കരുത്തന്മാർ. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കാണുന്നുണ്ടാവും, ഫലസ്തീനിലെ ജനത. അവർക്ക് കിട്ടുന്ന ഒരു മനക്കരുത്തൊന്നും നമുക്കൊരിക്കലും കിട്ടൂല.
കാരണം അവരൊക്കെ തീയിൽ മുളപ്പിച്ച ആളുകളാണ്. ആ തീയിൽ മുളപ്പിക്കുന്ന പോലെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കണം. അതാണ് നേരത്തെ നിങ്ങളോട് മാഷ് പറഞ്ഞത്, നമ്മുടെ മക്കളെ കഷ്ടപ്പാട് അറിയിക്കണം എന്ന് പറഞ്ഞത്. കഷ്ടപ്പാട് അറിയിക്കാണ്ട് നമ്മൾ സുഖലോലുപകളെ മാത്രം വളർത്തി കഴിഞ്ഞാൽ നാളത്തെ നമ്മളെ മക്കൾ അടിമകളായി തീരും. അതിന് പകരം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട്, കൃഷി ചെയ്തുകൊണ്ട്, ജോലി ചെയ്തുകൊണ്ട്, പഠിക്കേണ്ട സമയത്ത് പഠിച്ചുകൊണ്ട്, അനുസരണം പഠിപ്പിച്ചുകൊണ്ട്, ഇസ്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടുകൾ പഠിച്ചുകൊണ്ട് പൂർണ്ണമായും നല്ലൊരു സാത്വികരായിട്ടുള്ള സമൂഹമായി മാറുകയാണെങ്കിൽ നമ്മൾ കുണ്ടനി കുടുംബമായിരിക്കും ഏറ്റവും മുന്നിൽ ഇനി നടക്കാനുള്ളത്. സത്യമാണ്, തീർച്ചയായും സംഭവിക്കും. നമ്മൾ ഇൻഷാ അല്ലാഹ് വലിയൊരു ഉദ്ദേശത്തിലാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നമ്മൾക്ക് വേണം ഒരു 100 ഹാഫിളുകളെ വേണം. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പടപ്പറമ്പ് ഫാമിലിയിൽ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് 100കളുടെ ടാർഗറ്റ് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന കുറച്ച് കൂട്ടങ്ങളാണ്. ആ ഉദ്ദേശം നിങ്ങളോടും കൂടെ പറയുകയാണ്. 25 വർഷത്തിനുള്ളിൽ നമ്മൾ നേടിയെടുക്കാനുള്ള കുറച്ച് ഉദ്ദേശങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അടുത്ത 25 വർഷത്തിനുള്ളിൽ 2050 ആകുമ്പോൾക്ക് നമ്മൾ ഈ ഇറങ്ങി തിരിച്ച തിരിക്കലുകൾക്ക് എന്ത് പ്രതിഫലം ഉണ്ടായി എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള മീറ്റിങ്ങുകളൊക്കെ ചിലപ്പോൾ സംസാരിക്കാം. അതിൽപ്പെട്ട ഒന്നാണ് 100 ഹാഫിലുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ പടപ്പറമ്പ് പോയപ്പോഴും കണ്ടു, അതുപോലെ തന്നെ വളാഞ്ചേരി ഏരിയ പോയപ്പോൾ കണ്ടു, കുണ്ടനി ആലത്തൂർ ഏരിയ പോയപ്പോൾ കണ്ടു, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നിലമ്പൂർ ഏരിയ പോയപ്പോൾ അവിടെ എല്ലാവരും പണ്ഡിതന്മാരാണ്. ഇതിൽ പരം നമുക്ക് ലീഡ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു കൂട്ടം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു 100 ഹാഫിലുകളെ നമുക്ക് 2050 ആകുമ്പോഴത്തേന് ഉണ്ടാക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അതൊരു ആഗ്രഹമാണ്, സംഭവിക്കും. 100 ഹാഫിലുകൾ അപ്പുറം മാത്രമല്ല, 100 വീടുകൾ കുണ്ടനിക്കാർക്കല്ലാണ്ട് വെച്ചു കൊടുക്കാൻ കഴിയണം. 100 വീടുകൾ ചെയ്യാൻ പറ്റൂല? ഹലോ, ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഹായ് പറയണോട്ടാ. ഹലോ പോരാ, ഹലോ ഹലോ ഒന്ന് ഹായ് എന്ന് പറഞ്ഞേ. ഹലോ, ഇതൊന്നും പോരാ, ഊക്കിങ്ങോട്ട് വരട്ടെ. ഹലോ ഹലോ ഹായ്. ഞാൻ ഹായ് എന്ന് പറയുമ്പോൾ ഹലോ പറയണോട്ടാ. ഹായ്, ഓക്കെ അല്ലേ? ആ കുട്ടിപ്പൊട്ടലൊക്കെ ഓക്കെ ആയില്ലേ? ഹലോ, അത് ആവണട്ടാ. നമ്മുടെ ഒരു ഒന്നിച്ച് നിൽക്കലിന്റെ കൂടിച്ചേരലിന്റെ സ്വരമാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. മനസ്സിലാവില്ലല്ലോ? അപ്പൊ വലിയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചുള്ളത്. 100 ഹാഫിലുകൾ വേണം, 100 വീടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിയണം, 100 നാഷണൽ പ്ലേയേഴ്സ്, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന 100 കളിക്കാരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതിൽ പറ്റുമെങ്കിൽ 10 ഗോൾഡ് മെഡൽ കുണ്ടനിക്കാരൻ നേടിക്കൊടുക്കണം. 100 ബ്രാൻഡുകൾ കുണ്ടനിയിൽ നിന്നുണ്ടാകണം. കഴിയുമെങ്കിൽ 10 ലോകോത്തരമായുള്ള ബ്രാൻഡുകളും ബില്യണേഴ്സും കുണ്ടനിയിൽ നിന്നുണ്ടാകണം. നമ്മുടെ ആഗ്രഹമാണ്. സംഭവിച്ചൂടാ? ഇല്ലല്ലോ. ഹലോ, ആഗ്രഹിക്കണ്ട നിങ്ങൾ? ഹലോ, എന്നോട് ഞാൻ ഈ സ്വപ്നമൊക്കെ ഗ്രൂപ്പിലിട്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഇതൊക്കെ അതിമോഹമല്ലേ? ഞാൻ പറഞ്ഞ അതിമോഹമല്ല. നമ്മൾ 100 ആഗ്രഹിച്ചിട്ട് 10 സംഭവിച്ചാൽ പോലും വലുതല്ലേ? നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി പിരിയൽ മാത്രം നടന്നാൽ മതിയാ? പിന്നെ കഴിയുമെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ, കഴിയുമെങ്കിൽ അതിൽ നിർബന്ധമായിട്ട് വേണ്ട എല്ലാ കുടുംബ സംഗമത്തിലും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചാരിറ്റി പ്രവർത്തനം. പക്ഷെ അതിൽ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, ചാരിറ്റി പ്രവർത്തനം മാത്രം നടത്തുള്ളൂ. എനിക്ക് അതിനോട് വളരെയധികം സന്തോഷമുള്ള ആളാണ്. ഞാൻ അതിന് പൂർവാധികം ശക്തമായിട്ട് അതിനെ കൂട്ടു നിൽക്കുന്ന ആളാണ്. പക്ഷെ എനിക്കൊരൊറ്റ അഭിപ്രായമുള്ളൂ, സഹായം മേടിക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഉണ്ടാക്കാൻ പാടില്ല, സഹായം കൊടുക്കാൻ കരുത്തുള്ള ആളുകൾ ഉണ്ടാക്കി തീർക്കണം. അപ്പൊ കഴിയുമെങ്കിൽ 100 IAS ഓഫീസേഴ്സ് കുണ്ടനിയിൽ നിന്നും വരണം. കഴിയുമെങ്കിൽ 100 ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് കുണ്ടനിയിൽ നിന്നും വരണം. കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് കുണ്ടനിയിൽ നിന്നും വരണം. 100 ചാർട്ടേഡ് അക്കൗണ്ടൻസ് കുണ്ടനിയിൽ നിന്നും വരണം. വരണ്ടേ? ഹലോ, വേണ്ടേ? കേട്ടപ്പോ വീണോ? ഇതാണ് ഞങ്ങളുടെ ഊർജം. ഞങ്ങൾ നടക്കുന്നതിന് കിട്ടുന്ന ഊർജം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ കിട്ടുന്നത്. കാരണം 100 ചാർട്ടേഡ് അക്കൗണ്ട്സിനെ, 100 MBBS അല്ലെങ്കിൽ 100 എഞ്ചിനീയേഴ്സിനെ അല്ലെങ്കിൽ 100 സിവിൽ സർവന്റിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, 100 ബില്യണേഴ്സിനെ അല്ലെങ്കിൽ 10 ബില്യണേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാൻ പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ കുടുംബങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ചാരിറ്റി പിന്നെ നമ്മുടെ ചാരിറ്റി നമ്മൾ പുറത്തേക്ക് ചെയ്യാൻ കഴിയണം. അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ മോട്ടോ അല്ലെങ്കിൽ വിഷൻ താൽക്കാലികമായി സെറ്റ് ചെയ്തത്. നന്മയിൽ മത്സരിക്കാം, മാതൃകയാവാം എന്നുള്ളതാണ്. എന്താണ്? നന്മയിൽ മത്സരിക്കാം, മാതൃകയാവാം. ഞാൻ നന്മയിൽ മത്സരിക്കാന്നേ പറയുള്ളൂ. നിങ്ങൾ ഉറക്കെന്ത് പറയണോ? മാതൃകയാവാന്ന് പറയോ? ഒന്ന് നീറ്റ് എന്നാണ് എല്ലാവരും. ഞാൻ നിങ്ങളെ അനിയനാണ് കേട്ടോ. നിങ്ങൾ സ്റ്റേജിലുള്ളവരോടല്ല കേട്ടാ.
ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയൽ നന്മയിൽ മത്സരിക്കാന്നാണ്. അപ്പം നിങ്ങൾ എന്ത് പറയണം? ഉറക്കെ പറയും. നമ്മളാ മഹാസംഗമത്തിൽ ഇത് വലിയൊരു കടലിന്റെ തിരമാല പോലെ ഇങ്ങനെ വരണം. ഈ പറയണത് വരൂല. ആയിരക്കണക്കിന് കുടുംബത്തിന്റെ വലിയൊരു മഹാസംഗമം നടക്കാനുണ്ട്. വരൂല. നിങ്ങളുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ മുന്നിൽ ഓടുന്നേ. പിന്നെന്ന് കുത്തുവോ? പിന്തിരിഞ്ഞോടുവോ? ഇല്ലാന്ന് പറ. ഓക്കെ, ഞാൻ പറയട്ടെ. നന്മയിൽ മത്സരിക്കാം. പോരാ, ഉറക്കെ പറയും. നന്മയിൽ മത്സരിക്കാം. ഇനി ഞാൻ പറയില്ല ഐ ലവ് മൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും കുണ്ടനി ഫാമിലി എന്ന് പറയണോട്ടാ. പറയില്ല, ഉറക്കെ പറഞ്ഞോളൂട്ടാ. ഐ ലവ് മൈ. ഉറക്കെ പറയും. കുണ്ടനി ഫാമിലി എന്ന് ഉറക്കെ. ഐ ലവ് മൈ. നിങ്ങളും പറഞ്ഞോളിട്ടാ, നല്ല അവർക്കൊരു ഹരം വരും. ഐ ലവ് മൈ. ഹൃദയത്തിൽ കുത്തിവെച്ചില്ലേ? കുട്ടിപ്പട്ടോളം ഓക്കെ അല്ലേ? കുട്ടിപ്പട്ടോളം ഓക്കെ അല്ലേ? ഹലോ ഹലോ ഹായ്. കണ്ടാ ഭയങ്കര ഉഷാറായി വരുന്നില്ലേ? മാഷാല്ലാ. നേൽപ്പിച്ചത്തിൽ ക്ഷമിക്കണം കേട്ടോ, ഒന്നുമില്ല. ചെറുതായിട്ട് വിഷമുള്ള സമയത്ത് നിങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യും? സിറ്റോ. അപ്പോൾ നമ്മൾ വലിയൊരു ഉദ്ദേശത്തിൽ ഇറങ്ങി തിരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നന്മയിൽ മത്സരിക്കാം, മാതൃകയാവാം. നമ്മുടെ മഹാസംഗമത്തിന്, കുണ്ടനി കുടുംബത്തിൻ്റെ മഹാസംഗമത്തിന് എല്ലാവരും എത്തിച്ചേരണം. നമ്മളെ എല്ലാവിധ ചരിത്രങ്ങളും കുടുംബങ്ങളെയൊക്കെ പരസ്പരം പരിചയപ്പെടാനും കൂടിയിരിക്കാനും ഈ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് യുവതലമുറയെ കൂടെ കൂട്ടേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത് ഉമ്മമാർക്കാണ്. ഉപ്പമാരെ ഇന്ന് ഞങ്ങളെ ഇറക്കിയത് ഏറ്റവും കൂടുതൽ ഉമ്മമാരാണ് ഇറക്കി തന്നിട്ടുള്ളത്. ഇന്ന് ഒരു സംഗമത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഒഴിവില്ല, പറ്റുന്നില്ല, ശനിയാഴ്ചയാണ്, അവിടെ പരിപാടി, ഇവിടെ പരിപാടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള ആളാണ്. ഞാൻ ഇങ്ങനെ എന്നെ പൊക്കി പറയാമെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല തിരക്കുള്ള, ഉറങ്ങാൻ പോലും സമയമില്ലാത്ത ആളാണ്. പക്ഷെ എൻ്റെ ഒരു ദിവസത്തെ 10 മിനിറ്റ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് 1 മണിക്കൂർ ആവാറുണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള കൂടിയിരിക്കലുകൾ പല പല പരിപാടികളായിട്ടാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ആലത്തിയൂർ ഫാമിലിയിൽ കുറച്ച് പരിപാടികൾ നടത്തി. ഒന്നൊരു ഇഫ്താർ മീറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സൂപ്പർ ലീഗ് എന്ന പരിപാടി നടത്തി. ഫുട്ബോളിലും ചെസ്സിലും അതുപോലെ തന്നെ ഷട്ടിൽ ബാറ്റിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ വന്ന് ചോദിച്ചത് ഇനി എപ്പോഴാണ് അടുത്ത പരിപാടി, സൂപ്പർ ലീഗ് എപ്പോഴാണെന്ന് ചോദിച്ചു. നേരത്തെ പടപ്പറമ്പ് ഫാമിലിയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടപ്പറമ്പിലെ കുട്ടികളിൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വന്ന് നിന്നു. പിന്നെ ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വരണേ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആലത്തൂരിൽ നിന്നാണ്. ആലത്തൂർക്കാർ ഞങ്ങളായിട്ട് കളിച്ചാലത്തൂരട്ടാ. ഞാൻ പറഞ്ഞാൽ ജി കളിക്കാൻ പോയോ? നമ്മളും കളിക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾക്ക് നമ്മളെ ശരിക്കറിയില്ല, നമ്മളെ ടീമിനെ നിങ്ങൾക്ക് ശരിക്കറിയില്ല, നമ്മളെ തോൽപ്പിച്ച് വിടും നിങ്ങളെ തന്നെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് ആലത്തൂർക്കാരെ പിള്ളേരെ അറിഞ്ഞിട്ടാണ്. ആലത്തൂർ കണ്ട് പോയോ അന്യ ഗോളിനെയും കൂടെ എന്ത് ചെയ്യും? വാലിയും പൊട്ടിച്ച് ഉള്ളി കടിക്കും. ഓ കാണട്ടാന്നൊക്കെ പറഞ്ഞു. ആ ഒരു എനർജി ഉണ്ടല്ലോ, നമ്മുടെ മക്കളെ അതിലേക്ക് നമ്മൾ കറക്റ്റ് പുഷ് ചെയ്താൽ മതി. അവർ കൂടിയിരിക്കാൻ തയ്യാറാണ്. അവരെ കളിക്കേണ്ട സമയത്ത് കളിക്കാനും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കാനും കരയേണ്ട സമയത്ത് കരയാനും നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ പരസ്പരം സഹകരിക്കും. ഒരാൾ ചോദിച്ചു ഞാൻ എന്താണ് ഈ കുടുംബസംഗമത്തിന് വന്നിട്ട് കാര്യം, എനിക്കെന്താ കാര്യം? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കൂടിയിരിക്കലിന് എനിക്കെന്ത് കാര്യം എന്നല്ല, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എനിക്കെന്ത് തിരിച്ചു കിട്ടി എന്നൊക്കെയുള്ള 2ാം ഘട്ടമാണ്. അതൊക്കെ നമുക്ക് വഴിയെ കാണാൻ കഴിയും. നമ്മൾക്ക് എന്ത് തിരിച്ചു കിട്ടി എന്നുള്ളത്. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിന് എനിക്കെന്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. റൊണാൾഡോൻ്റെ വലിയൊരു ഡയലോഗ് ഉണ്ട്, ഐ ആം നോട്ട് കമ്മിങ് ഫ്രം എ റിച്ച് ഫാമിലി ബട്ട് ഐ ആം ഷുവർ മൈ ഫാമിലി ഷുഡ് കം ഫ്രം എ റിച്ച് ഫാമിലി എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല. റൊണാൾഡോ CR7 എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ ഡയലോഗാണ്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്, പക്ഷെ എൻ്റെ കുടുംബം എന്തായിത്തീരും? പണക്കാരനായിത്തീരും. വലിയൊരു സന്ദേശമാണത്. നമ്മൾ ചിലപ്പോൾ ഒത്തൊരുമിച്ചിരിക്കാണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇനി വരുന്ന സമൂഹം, നമ്മളെ കൂട്ടുകുടുംബങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല രീതിയിൽ ഒരുമിച്ച് കൂടലും പരസ്പരം സഹകരിക്കലും പരസ്പരം ഒത്തുചേരലും. ഒരുമിച്ചിരിക്കാം മീൻസ് ഒരുമിച്ച് വളരാമെന്നാണ് നമ്മുടെ മറ്റൊരു സ്ലോഗൻ ഉള്ളത്. ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് ചിരിക്കാം, ഒന്നിച്ചിരിക്കാം, ഒരുമിച്ച് വളരാം. നമുക്ക് ഒന്നിച്ചിരിക്കാം, ഒരുമിച്ച് വളരാനുള്ള വലിയ അവസരം ഉണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും കൂടെ ഇതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് നമുക്ക് ആത്മീയപരമായിട്ടുള്ള ഒരു വളർച്ചയും കൂടെ ഉണ്ടാവാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഈ കുടുംബത്തിനെത്തി ചേർന്ന എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ നേരുകയാണ്. കൂടെ കട്ടക്ക് നിൽക്കുന്ന എല്ലാ ഫാമിലികളുടെയും പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പേരെടുത്ത് പ്രത്യേകം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ അനിയനെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സലി. നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ ഉച്ചയ്ക്ക് മുമ്പേയുള്ള സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പിരിയുന്നു. ഭക്ഷണവും നമസ്കാരവും കഴിഞ്ഞ് 1 മണിക്കൂറാണ് നമ്മൾ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഒരു
2:45 നമുക്ക് വീണ്ടും ഇവിടെ തന്നെ ചേരേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിമിതമായ സൗകര്യങ്ങളുണ്ട്. അവർ കൊണ്ടുവന്ന നിസ്കാരക്കുപ്പായോ മറ്റൊക്കെ ഉപയോഗിച്ച് അവിടുന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലാണ് സ്ത്രീകൾക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണത്തിന് പിരിയാവുന്നതാണ്.